അസ്സലാമലൈക്കും ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ മക്രോണിയാണ്. എല്ലാവർക്കും ഇഷ്ടമാണല്ലേ മക്രോണി? അപ്പോൾ നമുക്ക് ഇന്നിവിടെ ചിക്കൻ മക്രോണി ഉണ്ടാക്കിയാലോ? ഞാനിവിടെ എടുത്തിട്ടുള്ളത് 500 ഗ്രാം മക്രോണിയാണ്. ഈ മക്രോണി വേവിക്കാനായി ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മസാലയിലേക്ക് ആവശ്യമായത് 2 വലിയ പച്ചമുളക്, 2 വലിയ സവാള, കറിവേപ്പില, മല്ലിയില എന്നിവയാണ്. വെള്ളം തിളച്ചു വന്ന സമയത്ത് കഴുകി വെച്ച മക്രോണി ഇതിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുത്തു. അതിന്റെ കൂടെ കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കാരണം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായത് 2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ കൂടെ ഇട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ചിക്കൻ ഞാൻ വേവിച്ചു വെച്ചതാണ്. മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പ് എന്നിവ ഇട്ട് വേവിച്ചു വെച്ച ചിക്കനാണിത്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് വേറൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ കട്ട് ചെയ്ത ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി നല്ല നൈസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിക്കുക. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് മാത്രം വേവിക്കുക, കാരണം ഉള്ളി കരിഞ്ഞു പോകരുത്. അപ്പോഴേക്കും നമ്മുടെ മറ്റേ അടുപ്പിലുള്ള മക്രോണി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുക. നന്നായി ഇളക്കി കൊടുക്കുകയും ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യുക. ഏകദേശം നമ്മുടെ ഉള്ളി ഒന്ന് വഴന്നു കഴിഞ്ഞതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ച പച്ചമുളക്, കറിവേപ്പില, മല്ലിയില എന്നിവ കൂടി ചേർത്ത് ഇത് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിച്ചാൽ ഇത് പെട്ടെന്ന് വാടിക്കോളും. അപ്പോഴേക്കും നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്രോണി ഒരുപാട് വെന്തു പോവരുത്. നമുക്ക് ഏകദേശം തൊട്ടു നോക്കി വെന്ത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ വെള്ളം ഊറ്റിയെടുക്കാം. ചൂടോട് കൂടിയുള്ള ഒരു മക്രോണിയും ഈ ഒരു മസാലയും ഒരുമിച്ച് ആഡ് ചെയ്താൽ മാത്രമേ മക്രോണിയിലേക്ക് ഈ ഒരു മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി ഈ ഉള്ളിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ഇട്ട് നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ ഒരു മസാലകളും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ചിക്കൻ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന്റെ ശേഷമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസുകളായി കട്ട് ചെയ്തതും ആഡ് ചെയ്യാം. പക്ഷെ അതിലും കുറച്ചുകൂടെ ടേസ്റ്റ് ഇതുപോലെ ക്രഷ് ചെയ്ത് കണ്ട് ആഡ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മക്രോണിയുടെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ചിക്കന്റെ പീസ് എത്തും. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ചിക്കൻ വേവിച്ച വെള്ളമാണ്. ഈ ചിക്കൻ വേവിച്ച വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ഈ ഒരു മസാലയ്ക്ക് കിട്ടും. അതുമാത്രമല്ല ഈ ഒരു മസാല ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും. മസാല ഒരുപാട് ഡ്രൈ ആവുന്ന സമയത്ത് മക്രോണി അതിൽ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അവസാനമായി നമ്മൾ ആഡ് ചെയ്യേണ്ടത് ടൊമാറ്റോ സോസ് ആണ്. സോസ് നിങ്ങളുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ പഴുത്ത തക്കാളി ഒന്നെടുത്ത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേവിച്ചു വെച്ച മാക്രോണി ഇതിലേക്ക് ആഡ് ചെയ്താൽ നമ്മുടെ അടിപൊളി ഐറ്റം ഇവിടെ റെഡിയാകും. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിന്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചിക്കൻ മക്രോണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. മക്കൾക്ക് ടിഫിൻ ബോക്സിലേക്ക് കൊടുത്തയക്കാനും ഈവനിങ് സ്നാക്സിനും നമുക്ക് നോമ്പുകാലങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണിത്. ശരിക്കും ഇത് കുറച്ച് കഴിച്ചാൽ തന്നെ നമ്മൾ വയറ് ഫില്ലാകും. മക്കൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുമാണ്, കുറച്ച് കട്ടിയിലും നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണിത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ. അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.